ബിനില. എനിക്ക് 6 മാസമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ജൂലൈ മാസത്തിലെ ധ്യാനത്തിൽ ഇവിടുന്ന് പങ്കെടുക്കാൻ വന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ അവസ്ഥയുള്ളൊരു മകളെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട്. അത് ഞാനായിരുന്നു. പിന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വലുതും? ദൈവത്തിന് മഹത്വം കൊടുത്തോളാം. എപ്പോഴും കർത്താവിന് മഹത്വം കൊടുത്തോളാം. ദൈവത്തിന് ഇതാണ് ഇവർ മഹത്വം കൊടുക്കുകയാണ്. അതായത് 6 മാസമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് പോവും. ഇത് 6 മാസമായിട്ടുള്ള രോഗം. ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരു മാറ്റമില്ല. ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് പോവുക. ഇവിടെ ജൂലൈ മാസം ധ്യാനിക്കാൻ വന്നു. അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുള്ള ഒരാൾക്ക് സൗഖ്യം ഉണ്ടെന്ന്. അതോടുകൂടി ആ രോഗം മാറി. പിന്നെ ഇതുവരെ ആ രോഗം ഉണ്ടായിട്ട് ഇത് ആരെയും സൗഖ്യം പറ്റുന്നത്? വിളിച്ചു പറയുന്നു, സംഭവിക്കുന്നു. ദൈവം പറയുന്നു, അവൻ ജീവിക്കുന്നു. ഉത്തരീയം ധരിച്ചത് മൂലം ജോലി സ്ഥലത്തുണ്ടായ തീപ്പൊള്ളലിൽ നിന്ന് 3 പ്രാവശ്യം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അത്ഭുത ജവന്മാരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴൽക്കിണർ കുത്താനും ഒരു ബൈക്ക് എടുക്കാനും വീട്ടിൽ കുടുംബസമാധാനവും കുടുംബ പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചെല്ലാനുള്ള ഇതും കിട്ടി. ഭർത്താവ് എന്നും പള്ളിയിൽ വരാനുള്ള അനുഗ്രഹവും കിട്ടി. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നന്ദി പറയാം.